ഹലോ, ഹോപ്പ് എവ്രി വൺ ഇസ് ഡൂയിങ് ഗ്രേറ്റ്. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. രാവിലെ കുളിച്ച് അടിപൊളിയായി നല്ലൊരു മൂഡിൽ ഞാനും വിപിനും ശ്രീരാജും അപ്പൂസും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. ഞങ്ങൾ അപ്പൂസിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൂസിൻ്റെ ലാസ്റ്റത്തെ ചെത്തുമിനിക്കൽ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഓടി കയറി ചാടി വണ്ടി കയറി DJ പരിപാടിയാണ്. അപ്പൂസാണ് നമ്മളുടെ മ്യൂസീഷ്യൻ. വളരെ പ്രകൃതി രമണീയമായ മൂന്നാറും വയനാടുമിനൊക്കെ ഒരുപാട് റിസംബ്ലൻസ് ഉള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ യാത്ര പ്ലിമൗത്തിലോട്ടാണ്. പ്ലിമൗത്ത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ പ്ലിമത്താണ് തോന്നുന്നു കുറച്ചും കൂടി ഒരു പ്രോപ്പറായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. സോ വി ആർ ഗോയിങ് ടു പ്ലിമത്ത് ഓൾ ദ വേ ഫ്രം വെസ്റ്റേൺ സൂപ്പർമാൻ. ഇന്ന് സീസൺ എൻഡ് ചെയ്യുകയാണ്. ക്രിക്കറ്റ് സീസണിൻ്റെ എൻഡിങ് ആണ്. ലാസ്റ്റ് ടൂർണമെന്റ് ഓഫ് ദ സീസൺ ആണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോണ ബി. ഞാനൊരു സെക്കൻഡ് ഇയർ UG പഠിക്കുന്നവരെല്ലാ വെക്കേഷനും ഞാനും അമ്മയും അച്ഛനും അച്ചൂട്ടിയും കൂടെ വയനാട് പോകുമായിരുന്നു. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ഫാമിലി ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അവിടുത്തെ മുത്തശ്ശൻ ഞാനൊരു സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ മരണപ്പെട്ടു. അതിനുശേഷം നമ്മളങ്ങനെ പോയിട്ടില്ല. ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർമ്മ വന്നത്. അത്രയും ഭയങ്കര സ്ഥലമായിരുന്നു. ശരിക്കും വയനാട് റൂട്ടൊക്കെ എനിക്ക് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വയനാട് മൂന്നാറും ഒക്കെ പോലെ. പക്ഷേ ഏറ്റവും വലിയ തമാശ എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്കും അച്ചൂട്ടിക്കും ഭയങ്കര മോഷൻ സിക്നസ് ഉള്ളവരാണ്. ഇവർ എത്ര ഭയങ്കര സ്ഥലമാണെങ്കിലും ഇവർക്ക് കാണാനുള്ള യോഗമില്ല. കാരണം ഛർദ്ദിച്ച് അല്ലെങ്കിൽ ഒരു ഭയങ്കര ടയർഡായിട്ട് ഇവരൊക്കെ ഉറക്കമായിട്ടുണ്ട് ഉണ്ടാവും. ഈ ഒരു വഴി കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് എനിക്ക് വളരെ സന്തോഷം തന്നൊരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ ഒരു 11:45 ആയപ്പോൾ നമ്മൾ പ്ലിമത്ത് എത്തി. ഒരു 12 കൂടി ഇവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പൂസും ശ്രീരാജും വെസ്റ്റേൺ ടീമിന് വേണ്ടി കളിക്കുന്നു. അങ്ങനെ വെസ്റ്റേൺ ആക്ച്വലി ഇവരുടെ വെസ്റ്റേൺ സൂപ്പർമാൻ ക്ലബ്ബ് അല്ല, വേറൊരു ടീമാണ് പോയിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റ് ഒന്നും ആയിരുന്നില്ല. വളരെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയല്ല, പക്ഷേ ഡ്രിസ്ലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മൂടി ഒരു സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നില്ല ടു ബി ഹോണസ്റ്റ്. ഞാൻ അത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊന്നുമില്ല. അവിടെ ഇവർക്ക് ബിരിയാണി, കപ്പ ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബിരിയാണിയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. ഗെയിമൊക്കെ ഒരു ഓൾമോസ്റ്റ് 4 മണിയാകുമ്പോഴേക്കും തീർന്ന് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കാനുമെന്ന് തീരുമാനിച്ചു. മെയിൻ കപ്പ് കിട്ടിയില്ലെങ്കിലും വെസ്റ്റേണ് 3rd കിട്ടിയായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ നേരത്തെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് തോന്നി ഓക്കെ ലെറ്റ്സ് വിസിറ്റ് സം പ്ലേസസ് ആൻഡ് വി ചൂസ് എക്സിറ്റർ കത്തീഡ്രൽ. ഈ കാണുന്നതാണ് എക്സിറ്റർ കത്തീഡ്രൽ, വിച്ച് മീൻസ് ഒരു വലിയ ബ്രഹ്മാണ്ഡമാണ്, അത്ഭുതമാണ് ഒരു ബിൽഡിംഗ്, ഒരു വള്ളി. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഈ ഒരു വാതിൽ, ഈ വാതിലിൻ്റെ അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ആക്ച്വലി അവിടെ പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. വിച്ച് മീൻസ് അത് വെറുതെ ഒരു വാതിലായിരിക്കാം. പക്ഷേ നമ്മളുടെ നാട്ടിലത്തെ പല മനകളിലും കൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന സെയിം ഒരു ടൈപ്പാണ് തോന്നിയത്. ഞങ്ങളിങ്ങനെ വിചാരിക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ വന്ന് ഇവരിതൊക്കെ കണ്ടുകൊണ്ടല്ലേ ഇവരിങ്ങനെ ഓരോന്നൊക്കെ ഇവിടെ ചെയ്യാനൊക്കെ തുടങ്ങി. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ വല്ല ഐഡിയ ഒക്കെ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മഴയാണെന്ന്, അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം നനഞ്ഞിരിക്കുമായിരുന്നു. എപ്പോൾ വഴിക്ക് വീഴും എന്ന സംശയത്തോടു കൂടെയായിരുന്നു ഞാൻ ഓരോ അടിയും വെച്ചിരുന്നത്. മോതിരി ഉയരം നല്ല അടിപൊളി കിണ്ണം കാഴ്ച ആർക്കിടെക്ചറാണ്. നല്ല എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് ഫീൽ, പ്യോർ ബ്ലിസ് എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിന്നപ്പോൾ. ഉള്ളിൽ കയറാൻ പറ്റുമെന്നുള്ള സംശയത്തോടു കൂടി ഞങ്ങൾ കുറേ നേരം അവിടെ ചുറ്റി കറങ്ങിയെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാരെ കയറുന്ന കണ്ടിട്ട് കയറാമെന്നൊരു ഫീലിങ്ങോട് കൂടി ഞങ്ങൾ ഉള്ളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകൊണ്ടിരിക്കുകയാണ്. പലരും അവിടെ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ ഉള്ളിൽ കയറുന്ന ഡൗട്ട് അടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ലേഡിയെ കണ്ടത്. ഷി വാസ് സോ കൈൻഡ്. അവരവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. അവർ കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തന്നു. അവർ പറഞ്ഞു തന്നതനുസരിച്ച് ഇവിടെ ഒരു പുതിയ പാസേജ് വരുന്നുണ്ട്. ഈ കാണുന്ന പീസസ് എന്തൊക്കെയാണെന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷേ ഇത് ഓപ്ഷൻ വെച്ചിരിക്കുകയാണ്. ഈ പീസസ് ഓപ്ഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന പൈസ കൊണ്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പിന്നെ അവർ തന്നെയാണ് നമ്മളെ ചേർച്ചിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയത്. അവർ പറഞ്ഞു ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, അവർക്ക് വീട്ടിൽ പോകാൻ നേരമായി, സോ കൂടുതൽ നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് നേരമില്ല, അപ്പോൾ പ്രീസ്റ്റ് ബാക്കി ജസ്റ്റ് പറഞ്ഞു തരും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ നമ്മൾ ഉള്ളിൽ കയറ്റി. അവർ ഭയങ്കര നല്ലൊരു ലേഡി ആയിരുന്നു. പേര് ചോദിക്കാൻ പക്ഷെ മറന്നുപോയി. പൈപ്പ് മറ്റേ ഓർഗൻ പൈപ്പ് കീബോർഡ് വായിക്കുമ്പോ സൗണ്ട് ഇതികൾ തന്നെ. ഇത് എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സത്യമാണോ? എന്റെ പിന്നെ അതെ, നമ്മൾ അകത്ത് ഓർഗൻ വായിക്കുമ്പോ സൗണ്ട് ഇതികൾ തന്നെ. സീരിയസ്ലി അകത്ത് ഓർഗൻ വായിക്കുമ്പോ സൗണ്ട് ഇതികൾ വരും. പൈപ്പ് എന്ന് പറയണേ, ഓർഗൻ പൈപ്പ് എന്ന് ഇതിന് പറയണേ. എനിക്കറിയില്ലായിരുന്നു. I'll show you both. Pipe organ. See? Oh, thank you. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഓർഗനൊക്കെ കാണുന്നത്. അങ്ങനെ വിപിൻ നമുക്ക് പുതിയൊരു അറിവ് പകർന്നു തന്നിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇവിടെ കാഴ്ചകൾ കണ്ടു നടക്കുന്നു. ശ്രീരാജ് ഒരു ഭാഗത്തുണ്ട്, അപ്പൂസ് ഒരു ഭാഗത്തുണ്ട്. എല്ലാവരും നടന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇത്രയും അടിപൊളിയിൽ നടന്നു പോകുമ്പോഴും നല്ല വൃത്തിക്ക് നോക്കിയാൽ കാണാം എൻ്റെ ട്രൗസറിൻ്റെ താഴെ മൊത്തം ആ പടത്തും വരമ്പത്തെയും ചളിയുണ്ട്. മഴയത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ചളി മൊത്തം അവിടെ ഉണ്ട്. വാട്ട് എവർ. നമ്മളങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമ്മളവിടെ വെച്ച് വീണ്ടും ഒരു ലേഡിയെ കൂടെ പരിചയപ്പെട്ടു. ബട്ട് ഇവരുടെ പേര് നമ്മൾ ചോദിക്കാൻ മറന്നുപോയി. അവരൊരുപാട് ലഗേജസ് ഒക്കെ തൂക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാർ പാർക്ക് വരെ നടക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് ഓരോ കവറും മേടിച്ച് പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരോരോ എല്ലാ സൺഡേ ഇവിടെ വരലുണ്ട്, പിന്നെ അവരിവിടുത്തെ കീബോർഡൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിപിൻ ഒരു ചെറിയ പാട്ടുകാരനാണ്. അവൻ നാട്ടിൽ പള്ളിയിൽ കൊയറിലൊക്കെ ഉള്ളത്, അവൻ അവിടെ കീബോർഡൊക്കെ വായിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് നമ്മുടെ നാട്ടിലത്തെ പള്ളിയിലത്തെ പരിപാടികൾ എങ്ങനെയാണെന്നൊക്കെ അറിയണം. അപ്പോൾ പിന്നെ അവർ വീഡിയോസ് കാണിച്ചു കൊടുക്കൽ തുടങ്ങി. നാട്ടിൽ പള്ളിയിൽ അവൻ പാടുന്ന പാട്ടുകളെ പറ്റി പറയൽ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് നടന്നു. അപ്പോഴാണ് അറിഞ്ഞത് അമ്മച്ചിക്ക് ഇവിടെ ഒരു ഫാം ഉണ്ട്, നമ്മളെ ഫാമിലൊക്കെ ഇൻവൈറ്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം അവർ വെസ്റ്റേണിൽ വരുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവരെ വണ്ടി കയറ്റിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു നടന്നു. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ യാത്ര വൈൻഡപ്പ് ചെയ്യാനായി. എന്താ പറയുക, ഇറ്റ് വാസ് എ ഗുഡ് ഡേ. ഇതൊരു നമ്മളെപ്പോഴും പറയാറ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴാണ് ത്രില്ല് കൂടുക, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രിപ്സാണ് എപ്പോഴും നല്ലതെന്ന്. അതുപോലെ പറയാൻ പറ്റിയൊരു ട്രിപ്പാണിത്. കാരണം ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ പോകണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കാണണമെന്നോ നമ്മൾ മാച്ചിൽ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെത്തണം, കാരണം നാളെ ഡ്യൂട്ടി ഉണ്ട്, ആ ഒരു പ്ലാന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് നിയർ ബൈ അട്രാക്ഷൻസ് ഒക്കെ അടിച്ചു നോക്കിയപ്പോഴാണ് നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സംഗതിയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ പോയിട്ട് അറിയായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ. അപ്പോൾ എന്തെന്നായാലും ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ വലിയ വലിയ സ്ഥലങ്ങൾ, ഇങ്ങനത്തെ ആർക്കിടെക്ചറൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇന്നേ വരെ ഇവിടെ ഒരു അമ്പലത്തിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളുടെ വീടിന് തൊട്ടപ്പുറത്ത് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് ഉണ്ടായിരുന്നു കാർഡിഫിലാവുമ്പോൾ. അപ്പോൾ അവിടെ ഇടയ്ക്ക് കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പള്ളികളോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസം അവിടെ പോകാൻ, നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ, ആർക്കിടെക്ചർ, അതാണ് എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. നല്ലൊരു ഡേ ആയിരുന്നു. താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ്. സോ ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ആണ്. ടു സീ മൈ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ and stay tuned. Until see you next time. Bye bye and take care.